ഹലോ ദിസ് ഇസ് മീ സാത്താൻ. ട്രെക്ക് ട്രാവൽ ഈറ്റിലെ സുജിത്തേടനാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, അതായത് ഒരാഴ്ചയ്ക്ക് മുന്നേ ആണെങ്കിൽ തൻ്റെ ടെക് ട്രാവൽ ഈറ്റ് ഷോർട്സ് എന്ന് പറയുന്നത് തൻ്റെ അടുത്ത ചാനലിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു തൻ്റെ ആ ഒരു ചാനൽ ഇട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. HDFC ബാങ്ക് ലോണിൻ്റെ പേരിൽ വന്നിട്ടുള്ള ഒരു സ്പാം കോളാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് പല ആളുകൾക്കും വരുന്ന കോൾസ് ആണെന്ന് തോന്നുന്നു. ഇത്തരം നിരന്തരം ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് കോൾസ് പല ആളുകൾക്കും വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ട് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ പുള്ളിയുടെ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഇവിടെ പ്ലേ ചെയ്യാം. ആരാ വിളിക്കുന്നത്? HDFC ബാങ്ക്. ഏത് ബ്രാഞ്ചിൽ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളം പാലാരിവട്ടം ബ്രാഞ്ചിൽ നിന്നാണോ വിളിക്കുന്നത്? അതെ. ഓക്കെ, എന്താ പേര്? സുവർണ. ഓക്കെ, ശരി. ഓക്കെ, എനിക്ക് ലോൺ എടുക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ആക്ച്വലി ഐ ആം ലുക്കിംഗ് ഫോർ എന്ത് ലോണാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പൊ നിങ്ങള് എന്നെ പറ്റി ഒന്നും അറിയാതാണോ ലോൺ തരാന്ന് പറഞ്ഞ് വിളിച്ചത്? അപ്പൊ നിങ്ങള് റാൻഡം ആയിട്ട് അങ്ങ് വിളിക്കുകയാണോ? ലൈക്ക് ഒരാളെ ലോൺ തരാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കിനും ആ ആൾ എന്ത് ചെയ്യാന്ന് അറിഞ്ഞിട്ടല്ലേ വിളിക്കേണ്ടത്? ലൈക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ വിളിച്ചിട്ട് കാര്യമുള്ളൂ. എലിജിബിലിറ്റി ഉണ്ടല്ലേ വിളിക്കണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് ലോണിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ വിളിച്ച് ലോൺ പൈസ വേണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണം. നമ്മൾ വിളിക്കുന്ന ലിസ്റ്റിൽ സിബിൽ സ്കോർ ഇല്ലാത്തവരുണ്ടാവും, സിബിൽ സ്കോർ ഉള്ളവരുണ്ടാവും. പക്ഷെ സിബിൽ സ്കോർ ഉണ്ടായിട്ട് കാര്യമില്ല. ചിലപ്പോ നമ്മൾ കൊടുക്കുന്ന ലോണിന് എന്താ പറയാ എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നവരുണ്ടാവും. അങ്ങനെ കുറെ കേസുണ്ട്. നമ്മള് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെയിൽസിൽ, ഇതിൻ്റെ ലോണിൻ്റെ ഒക്കെ സെയിൽസിൽ നിൽക്കുന്ന ഒരു ലേഡി ആയിരിക്കാം ഇത്. കാര്യം പുള്ളിക്കാരി പറയുന്നുണ്ട് ഇത് ഞങ്ങൾ വിളിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഇതുപോലെ സിവിൽ കോഡ് ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഒരുപക്ഷെ സിവിൽ കോഡ് ഉണ്ടായിരുന്നിരിക്കില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവർക്ക് കിട്ടുന്ന കോൺടാക്ട്സിനനുസരിച്ചാണ് ഇവർ വിളിക്കുന്നത്. ഓക്കെ, ഇവർക്ക് കുറച്ച് ലീഡ്സ് എവിടെ നിന്നൊക്കെയോ കിട്ടുന്നു, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ലീഡ്സിനനുസരിച്ച് ഇവർ കോൾ ചെയ്യുകയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്തായാലും ബാക്കി കൂടെ കാണാം. അപ്പൊ പിന്നെ ഇങ്ങനെ ഈ എലിജിബിലിറ്റി ഉള്ള ആൾക്കാരെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ എല്ലാരും വിളിക്കേണ്ടത് ഒഴിവാക്കാൻ പറ്റില്ലേ? ഇല്ല, നമുക്കത് അറിയാൻ പറ്റില്ലല്ലോ സർ. നമുക്കിപ്പോ കസ്റ്റമറുടെ സിബിൽ എടുക്കണമെങ്കിൽ കസ്റ്റമർ തന്നെ. ഓക്കെ, നമുക്ക് ജസ്റ്റ് നമ്പർ മാത്രമേ ഉള്ളൂ. ആഹാ. അപ്പം ഞാൻ നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ലോണിന് വേണ്ടി? ഇല്ല. അപ്പൊ പിന്നെ എനിക്ക് ലോൺ വേണമെന്ന് നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഇല്ല, സാറിന് ലോൺ വേണം. ഇപ്പൊ നമ്മൾ വിളിക്കുന്നതിൽ ലോൺ വേണ്ടവരും ഉണ്ടാവും, ലോൺ വേണ്ടാത്തവരും ഉണ്ടാവും. ഈ ലോൺ വേണ്ടവരെല്ലാം എലിജിബിലിറ്റി ഉണ്ടാകാത്തവരായിരിക്കും. ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അതിൽ നിന്ന് അപ്പം നിങ്ങളുടെ ബ്രാഞ്ചിലേക്ക് എങ്ങനെയാണ് എന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ലൈക്ക് എനിക്ക് ലോൺ വേണം വിളിക്കാൻ പറഞ്ഞിട്ട് വരുന്നത്? ഞങ്ങൾ ഡയറി വിളിക്കുന്നതാണ്. അതായത് കമ്പ്യൂട്ടേഴ്സുകളാണ് നമ്മൾ ഡേറ്റാബേസിൽ വിളിക്കുന്നതാണ്. സാർ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ HDFC എന്തെങ്കിലും മറ്റേ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ എങ്ങനെയോ അത് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് നമ്പർ കിട്ടുന്നു, ആ നമ്പറിട്ട് നമ്മൾ ടാക്സ് വിളിക്കുന്നു. ഓക്കെ, ശരി. ഓക്കെ, എനിക്കൊരു 1 CR ലോൺ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ആളുകൾക്കും ഇതേപോലുള്ള കോൾസ് വരാമെന്നുള്ളത്. അപ്പം ഇത്തരം ആളുകൾക്ക് ഈ നമുക്ക് കോൾ വരാനെ കൊണ്ട് ഇവർക്ക് എവിടെ നിന്നാണ് നമ്പർ കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തതാണ് ഇപ്പോൾ ഈ ഒരു ലേഡി സുഹിതേൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നമ്മൾ HDFCയുടെ പുള്ളിയുടെ അടുത്ത് പറയുന്നതാണ് HDFCയുടെ എന്തെങ്കിലും ലിങ്കോ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വഴിയായിരിക്കാം ഇവർക്ക് കോൺടാക്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഡേറ്റാബേസ് എന്താണോ, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ലീഡ്സ് എന്താണോ അതിനനുസരിച്ചാണ് ഇവർ പിന്നീട് കോൾസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഈ അല്ലറ ചില്ലറ ലിങ്ക് ഒക്കെ കാണുമ്പോൾ ചുമ്മാ പോയി ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം കേട്ടോ. എന്തായാലും ബാക്കി കൂടെ കാണാം. ഓക്കെ, എനിക്കൊരു 1 CR ലോൺ ആവശ്യമുണ്ട്. ബിസിനസ് ആണ്. അതെ, കാറുണ്ട്. കാറിന്റെ ബേസിൽ റീഫിനാൻസ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? കാറിന്റെ നമ്മൾ 2 രീതിയിലാണ് ലോൺ കൊടുക്കുന്നത്. ഒന്ന് സാലറീഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് സാലറി സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ പേഴ്സണൽ ലോൺ ആയിട്ട്, ഇല്ല എങ്കിൽ കോമൺ ആയിട്ട് ബിസിനസ് ആയാലും സെൽഫ് എംപ്ലോയിഡ് ആയാലും സാലറീഡ് ആയാലും ഇൻകേസ് ജോലി ഇല്ലാത്തവരാണെങ്കിൽ പോലും കാർ ഉണ്ടെങ്കിൽ കാറിന്റെ ബേസിൽ റീഫിനാൻസ് ആയിട്ട് ചെയ്യും. അതായത് കാറിന്റെ ലേറ്റസ്റ്റ് ഇൻഷുറൻസ്, അതായത് കാറിന് ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ എത്രയാണോ ലോണുള്ള. എനിക്ക് എന്റെ കാറിന് ലോൺ ഇല്ലല്ലോ. എനിക്ക് കാറിന് ലോൺ ഇല്ലല്ലോ. എന്തിനാ ഞാൻ കാറിന് റീഫിനാൻസ് ചെയ്യുന്നേ? എനിക്ക് ബിസിനസ്സാണ്. എനിക്ക് ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് 1 CR ലോൺ വേണ്ടത്. അത് നിങ്ങൾക്ക് തരാൻ പറ്റുമോ?
ശരി, പിന്നെ നിങ്ങൾ എന്നെ പറ്റി ഒന്നും അറിയാതെ ഇങ്ങനെ ഒരാളെ വിളിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ ഏത് ബ്രാഞ്ചിൽ നിന്നാണ് വിളിക്കണമെന്ന് പറഞ്ഞാൽ HDFC ബാങ്കിന്റെ ഏത് ബ്രാഞ്ചാ? പാലാരിവട്ടത്ത് എവിടെയാ നിങ്ങളുടെ ഓഫീസ്? നിങ്ങൾ ബ്രാഞ്ചിന്റെ HDFCയുടെ ഡയറക്റ്റ് സ്റ്റാഫ് ആണോ? നിങ്ങൾ HDFCയുടെ ഡയറക്റ്റ് സ്റ്റാഫ് ആണോ? നിങ്ങൾ HDFCയിലെ ഡയറക്റ്റ് സ്റ്റാഫ് ആണോ? ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഞാനിപ്പം HDFC ബ്രാഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ HDFC ബാങ്കിന്റെ പാലാരിവട്ടം ബ്രാഞ്ചിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറയുന്നത് റോങ് ഇൻഫർമേഷൻ അല്ലേ? അല്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് HDFC ബാങ്കിന്റെ പാലാരിവട്ടം ബ്രാഞ്ചിൽ നിന്നാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന് അല്ലേ? അപ്പൊ ഞാൻ HDFC ബാങ്കിന്റെ പാലാരിവട്ടം ബ്രാഞ്ചിൽ വന്നാൽ എനിക്ക് നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റില്ലേ? പറ്റേണ്ടതല്ലേ? നമുക്ക് ലോൺ സെക്ഷൻ ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് സെക്ഷൻ. ബ്രാഞ്ച് എന്ന് പറഞ്ഞില്ല, ബാങ്കിന്റെ ലോൺ സെക്ഷൻ ആണെന്നാ പറഞ്ഞത്. ഇവർ വീഡിയോയുടെ തുടക്കത്തിൽ ബ്രാഞ്ചിൽ നിന്നാണ് കോൾ ചെയ്യുന്നത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ കുറച്ച് ബാക്ക് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ പറഞ്ഞൊരു ലേഡി എന്തിനാണ് പിന്നീട് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലോണിൻ്റെ കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കോൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ബാങ്കിൻ്റെ സ്റ്റാഫ് ആയിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്ന ലീഡ്സിനനുസരിച്ചായിരിക്കും നിങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമറുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഓക്കെ, ആൻഡ് ഒരു കസ്റ്റമർ, നിങ്ങൾ കാണുന്ന ഒരു കസ്റ്റമർ ഒരു പൊട്ടനാണെന്നും മണ്ടനാണെന്നും ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇതുപോലെ വിളിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ബാങ്കിന്റെ ലോൺ സെക്ഷൻ ആണെന്നാ പറഞ്ഞത്. ഓക്കെ, ഞാൻ HDFC ബാങ്കിന്റെ ലോൺ സെക്ഷനിൽ വിളിക്കുന്നതാണെന്നാ പറഞ്ഞത്. ശരി, നിങ്ങൾ വിളിച്ചിരിക്കുന്നത് ഒരു സാധാരണ മൊബൈൽ നമ്പറാണ് 9947706778. ഇതൊരു പ്രൊമോഷണൽ കോൾ വിളിക്കേണ്ട നമ്പറാണോ? നിങ്ങൾ ഇത്ര നേരം നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഇനി ഫോൺ കട്ട് ചെയ്യാതെ നിങ്ങൾ ഞാൻ പറയുന്നത് കൂടെ കേൾക്കണം. ഈ വീഡിയോ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ആണ്, ഈ ഓഡിയോ റെക്കോർഡിംഗ് ആണ്. ഞാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഈ നമ്പറിനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് എനിക്കറിയത്തില്ല, അത് നിങ്ങൾക്ക് അറിയാതിരിക്കാം. ഇതൊരു പ്രൊമോഷണൽ കോൾ ആണെങ്കിൽ അത് ഇങ്ങനെ വിളിക്കേണ്ട ഒരു പ്രൊമോഷണൽ കോൾ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ DND ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ നമ്പറിലേക്ക് പ്രൊമോഷണൽ കോൾ വരാൻ പാടില്ല DND നമ്പർ ആക്ടിവേറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ മറ്റെന്തോ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഇത്തരത്തിലുള്ള കോളുകൾ വിളിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ HDFC ബാങ്കിൽ യാതൊരുവിധ ലോണിന് വേണ്ടി ഞാൻ അപേക്ഷിച്ചിട്ടില്ല. HDFCയുടെ ഒരു ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടില്ല, ഒരു സ്ഥലത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ നമ്പർ നിങ്ങൾ എവിടെന്നോ ആരോ സെല്ല് ചെയ്ത നമ്പരോ എവിടെന്നോ കളക്ട് ചെയ്ത നമ്പരോ ആണ്. അങ്ങനെ റാൻഡമായിട്ട് നിങ്ങളിങ്ങനെ പല ആൾക്കാരെയും വിളിക്കുന്നതിൻ്റെ കൂട്ടത്തിലായിരിക്കും നിങ്ങൾ എന്നെ വിളിച്ചത്. സോ ദയവായിട്ട് ഇനി എന്നെ വിളിക്കാണ്ടിരിക്കുക. ഓക്കെ, എനിക്ക് ലോണിൻ്റെ ആവശ്യമില്ല. എനിക്ക് ലോണിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ HDFC ബാങ്കിൽ സമീപിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് സുജിത്തേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു HDFCയുടെ ലിങ്കിലോ കാര്യങ്ങളൊന്നും ഞങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടില്ല, പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലീഡ്സ് കിട്ടിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സുജിത്തേട്ടൻ അറിഞ്ഞോ അറിയാതെ ഒരു പക്ഷേ ഇതുപോലെ ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവാം. അല്ല എങ്കിൽ നമ്മൾ ഇതുപോലെ പല സ്ഥലങ്ങളിൽ നമ്മുടെ നമ്പർ എവിടെയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ, നമ്മുടെ നമ്പർ, നമ്മുടെ ഡീറ്റെയിൽസ് എന്നൊക്കെ ഏതൊക്കെ സ്ഥലത്ത് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം അതെല്ലാം പോയിട്ട് കളക്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ലീഡ്സ് ഉണ്ടാക്കുന്ന ചില ആളുകളുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ഇവർ കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ ഇതുപോലെ വാങ്ങിച്ചിട്ടുള്ളതായിരിക്കാം. ഓക്കെ, എന്തായാലും ലാസ്റ്റ് കുറച്ച് കാര്യങ്ങളൂടെ സുജിത്തേട്ടൻ പറയുന്നുണ്ട്, അതോടെ അപ്ലൈ ചെയ്യാം. ആളുടെ 10 മിനിറ്റ് സമയം ഞാൻ വെറുതെ കളഞ്ഞു. ഇതാണ് പ്രശ്നം. ഇതുപോലെ DND എനിക്ക് 2 സിമ്മുണ്ട്. ഈ 2 സിമ്മിൽ ഞാൻ DND ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും വരും ഇതുപോലത്തെ കോളുകൾ. ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമോ? നമ്മൾ ഈ ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കിനും ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യും ഇല്ലേ? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു ഷോപ്പിംഗ് മോളിൽ പോകുന്നു, അവിടെ ലക്കി ഡ്രോ ഉണ്ടാവും. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും എഴുതി കൊടുത്തു വിടും. മൊബൈൽ നമ്പർ, അത് ഡേറ്റ് ഓഫ് ബർത്ത്, മറ്റത് മറിച്ചത്. അവർ ഈ ഡേറ്റയൊക്കെ സെല്ല് ചെയ്യും. വെറുതെയാണോ ആരെങ്കിലും മൊബൈൽ നമ്പർ കളക്ട് ചെയ്യുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എവിടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നോ ആ നമ്പരൊക്കെ അവർ വാങ്ങിച്ച് നമ്മളുടെ ഡേറ്റ സെല്ല് ചെയ്യും. ഈ ലോകത്ത് ഏറ്റവും വാല്യൂ ഉള്ള സംഭവമാണ് ഡേറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദയവായിട്ട് ഒരു സ്ഥലത്തും മൊബൈൽ നമ്പർ കൊടുക്കാതിരിക്കുക. ചില റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കിനും മൊബൈൽ നമ്പർ ഇല്ലാതെ ബില്ല് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇപ്പോൾ എവിടെയും കൊടുക്കാറില്ല. ഇതെല്ലാം എല്ലായിടത്തും അവൈലബിൾ ആണ്. മനസ്സിലായോ? നമ്മുടെ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസി അല്ലേ? അപ്പോൾ അത് മറ്റുള്ള ആളുകൾ നമ്മുടെ നമ്പർ വിറ്റ് കാശാക്കുകയാണ്. നമ്മൾ എന്തിനാണ് അതിനുവേണ്ടി നമ്മൾ നിന്ന് കൊടുക്കുന്നത്? അതുകൊണ്ട് തന്നെ ദയവായി ഒരു സ്ഥലത്തും, അതായത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കും നമ്പർ കൊടുക്കുന്ന അല്ലാതെ ഒരു സ്ഥലത്തും, ഒരു ഷോപ്പിംഗ് മോളിൽ പോയാലും ഒരു കടയിൽ പോയാലും ഒരു സ്ഥലത്തും മൊബൈൽ നമ്പർ കൊടുക്കാണ്ടിരിക്കുക. ഈ ഫുഡ് കഴിക്കുന്നിടത്തൊക്കെ നമ്മൾ ബില്ലടയ്ക്കാൻ വേണ്ടി നമ്മുടെ നമ്പർ കൊടുക്കണമെന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ ഹൈ ലെവൽ സാധനം. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തിനാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്ത് എന്തിനാണ് നമ്മൾ നമ്പർ കൊടുക്കേണ്ട ആവശ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ താഴെ വന്ന ഒരു കമൻ്റ് ഉണ്ട്, ഞാൻ അതുകൂടെ വായിക്കാം. അവർ ഒരു കമ്മീഷൻ ബേസ്ഡ് സ്റ്റാഫ് ആയിരിക്കും. ബാക്ക് ആൻഡ് സ്റ്റാഫ് പറഞ്ഞത് കേട്ടു. ബ്രാഞ്ചിൻ്റെ പേര് ലൊക്കേഷനും പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ബ്രാഞ്ചിൽ വിളിച്ച് ഇങ്ങനെ അവർ ആളുകളെ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കാമായിരുന്നു. വിളിച്ചാൽ അവരുടെ സ്റ്റാഫാണോ എന്നും ചോദിക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിന് ഇങ്ങനെ ആളുകളെ വെക്കുന്നു എന്നും ചോദിക്കാമായിരുന്നു. സ്ഥാപനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. സ്ഥാപനങ്ങൾ തന്നെയാണ് അവരോട് ബിസിനസ് പിടിക്കാനുള്ള വഴികളും പറഞ്ഞു കൊടുക്കുന്നത്. ബിസിനസ് കൂട്ടാൻ സാലറിഡ് സ്റ്റാഫ് ആയിരിക്കില്ല. ബിസിനസ് കൂട്ടാൻ വേണ്ടിയാണ് സ്ഥാപനങ്ങൾ ഇങ്ങനെ അല്ലാത്ത സ്റ്റാഫിനെ വെക്കുന്നത്. അവരോട് മാക്സിമം ബിസിനസ് കൂട്ടിയാൽ മാക്സിമം കമ്മീഷൻ കിട്ടുമെന്ന് പറഞ്ഞ് സ്ഥാപനത്തിൻ്റെ ബാക്ക് എൻഡ് സ്റ്റാഫ് ആക്കി വയ്ക്കും. ചിലപ്പോൾ ഫോൺ നമ്പേഴ്സും അവർ തന്നെ നൽകിയെന്നും വരാം. ട്രൈയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ എന്താണ് സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള ബാക്ക് ആൻഡ് സ്റ്റാഫ് ഓർ കമ്മീഷൻ ബേസിനെ വെക്കുന്നത്. ഫേക്ക് കോൾസിനെ സൂക്ഷിക്കണം. താങ്കളുടെയും മറ്റുള്ളവരുടെയും പ്രൈവസിക്ക് കോട്ടം തട്ടുന്നു. പക്ഷേ സ്ഥാപനങ്ങളുടെ നിർദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ആളുകളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അഡ്വർടൈസിങ്ങിനും പ്രൊമോഷനും വ്യക്തമായ നിർദ്ദേശങ്ങൾ സ്ഥാപനങ്ങൾ പാലിക്കണം. പക്ഷേ ബിസിനസ് കൂട്ടാൻ വേണ്ടി നിർദ്ദേശങ്ങൾക്ക് പുറത്തുനിന്ന് പ്രവർത്തിക്കുന്ന ഇങ്ങനെയുള്ള അവരുടെ സ്റ്റാഫാണോ അല്ല എന്നാലാണോ ആണെന്നും പറയാം എന്ന രീതിയിലുള്ള ആളുകളെ വയ്ക്കുന്നു. പക്ഷേ അതിന് സ്ഥാപനങ്ങളല്ലേ കുറ്റക്കാർ. ഇത് ആ കോളറിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നിർത്തി ഇങ്ങനെ ടെക്നിക്കലി അവരുടെ സ്റ്റാഫ് അല്ലാത്ത എന്നാൽ അവരുടെ തന്നെ സ്റ്റാഫ് ആയിട്ട് ബാക്ക് എൻഡിൽ വയ്ക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കൂടി സംസാരിക്കണം. താങ്കളും ബാക്കിയുള്ളവരുടെ പ്രൈവസി സ്പോയിൽ ചെയ്തിട്ടല്ലേ പബ്ലിക് പ്ലേസിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. താങ്കളും ആഡ് ഇടാറുണ്ട്, ഗ്യാരണ്ടീഡ് എന്നും കൃത്യമായി എന്നൊക്കെ പറഞ്ഞ് ആഡ് കൊടുക്കുമ്പോൾ അത് എത്രയെന്നും എന്ന് വരെ അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടീഷൻസ് അപ്ലൈ എന്നെങ്കിലും താങ്കളുടെ ആഡിൽ കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ ബാങ്കിലുള്ള ആളുകൾ കൂടി അറിഞ്ഞിട്ടാണ്, ഈ ബാങ്ക് കൂടി അറിഞ്ഞിട്ടാണ് ഇത്തരം സ്റ്റാഫുകൾ ഇവർക്ക് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ കുറ്റം പറയുമ്പോൾ ആ ബാങ്കിനെ തന്നെയാണ് പറയേണ്ടത്. കാര്യം HDFC എന്ന് പറയുന്ന ഒരു ബാങ്ക് അവരുടെ അറിവോടുകൂടി തന്നെയല്ല ഇത്തരം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ സ്റ്റാഫുകളെ അല്ലെങ്കിൽ ഈ സെയിൽസിൽ നിൽക്കുന്ന ഇത്തരം ആളുകളെ ഞാനൊന്നും പറയാത്തത് കാര്യം അവർക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടായിരിക്കും ഇത്തരം ജോലി ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സെയിൽസിൽ നിന്ന് നമ്മളെ വിളിക്കുന്ന ഈ ആളുകളില്ലേ, ഈ വിളിക്കുന്ന ആളുകൾക്ക് മറ്റൊരു ബാങ്കിൽ നിന്ന് ഇതുപോലെ നിരന്തരം കോളുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കും അറിയാം ഈ നിരന്തരം വിളിക്കുന്ന ശല്യമാണെന്നറിയാം. ഓക്കെ, അത് അറിഞ്ഞിട്ട് കൂടി സ്വന്തം വില കളഞ്ഞിട്ട് കൂടി പല ആളുകളും ഇതുപോലെ കോൾ ചെയ്ത് ആളുകളുടെ വായിലിരിക്കുന്ന തെറിയും തുപ്പും ഒക്കെ കേട്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ വരുമാന മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇവരെ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. കാര്യം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കണ്ണടച്ചിരിക്കുന്ന ബാങ്കുകളെ പറഞ്ഞാൽ മതി.